കനത്ത മഴയിൽ ചെറുപ്പശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീടിന്റെ ഒരു ഭാഗം തകർന്നു. 14-ാം വാർഡിൽ ബ്രഹ്മദത്തൻ റോഡിൽ സുരേഷ് കുമാറിന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. സുരേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. വാർഡിലെ പാലക്കൽ സരോജിനിയുടെ വീടിന്റെ ചുമരും മഴയിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ബ്രഹ്മദത്തൻ റോഡിലെ ജാലമന സുരേഷ് കുമാറിന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് മരം പൊട്ടി വീണ് നാശനഷ്ടം സംഭവിച്ചത്. ഒരു മരത്തിന് മുകളിലേക്ക് മറ്റൊരു മരം പൊട്ടി വീഴുകയും 2 മരങ്ങളും കൂടി വീടിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. ഓടിട്ട വീടിന്റെ മേൽക്കൂരയും ചുമരിന്റെ ഒരു ഭാഗവും തകർന്നു. മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്ന സുരേഷ് കുമാറിന്റെ ഭാര്യ 45 വയസ്സുള്ള രാധികയ്ക്ക് പരിക്കേറ്റു. വാർഡിൽ താമരക്കുളത്തിന് സമീപം താമസിക്കുന്ന പാറയ്ക്കൽ സരോജിനിയുടെ വീടിന്റെ ചുമരാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് സംഭവ സമയത്ത് ഉറങ്ങുകയായിരുന്ന ഇവർ വലിയ ശബ്ദം കേട്ട് ഉണർന്നപ്പോഴാണ് വീടിന്റെ അടുക്കളയിൽ ചുമരും മേൽക്കൂരയുടെ ഒരു ഭാഗവും തകർന്നു വീണതായി കാണുന്നത്. 78 വയസ്സുകാരിയായ സരോജിനി ഇളയ മകളുടെയും മരുമകന്റെയും കൂടെയാണ് ഈ വീട്ടിൽ താമസം. ഒരാഴ്ച മുമ്പ് ശക്തമായ കാറ്റിൽ സമീപത്തെ മരവും കടപുഴകി വീടിന് മുകളിൽ വീണിരുന്നു. ഭാഗ്യവശാൽ അന്ന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. കാലവർഷം കനക്കുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് സരോജിനി പറഞ്ഞു. വിളിച്ചാകുമ്പോൾ ഇങ്ങനെ വീട് അപ്പോൾ രാത്രി വിളിച്ചാൽ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 5 മണിയൊക്കെ കഴിഞ്ഞോ അപ്പോഴാണ് ചെത്ത കേട്ടൊന്നായിട്ട് ഞങ്ങൾ നീട്ടിട്ടില്ലമ്മ. അപ്പോഴാണ് നീട്ടിട്ട് പണിയെടുക്കാത്ത നടുമയക്ക് വീണായിരുന്നു. പക്ഷേ ഞങ്ങൾ അപ്പോൾ നീട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ട് മകളോട് ചെന്തമാർ ചെത്തം കേട്ടിട്ട് അമ്മ നമ്മളെ വീട് പൊളിഞ്ഞതാ തോന്നുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ പൊളിഞ്ഞിട്ട് അപ്പം എനിക്ക് സങ്കടം വന്നമ്മ. ഞാൻ കച്ചിലോട് കരച്ചു. അപ്പം അമ്മ ഉണ്ടാകുന്ന ചോദിച്ചാൽ അമ്മ വേദന അതെന്നെ എന്തേലും ആവുമെന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു മൈലോന് ഇവിടെയൊക്കെ പോയി പറഞ്ഞു. ആദ്യം കൗത്തളും ഇവിടെ വന്നത് 15-ാം വാർഡിലെ ആ കുട്ടിയെ വന്നത്. ബാക്കി പൊളിയാ ഇതിനൊക്കെ കേടുന്നിറക്കൂടെ പോയി പോയി എപ്പോഴാണ് വീഴാന്നൊന്നും അറിയില്ല കേട്ടോ. ഒന്നിക്ക് അറിയില്ലേ. ആ ഓടൊക്കെ പോയോണ്ട് പട്ടിയും വീടുണ്ടെങ്കിൽ നിൽക്കണു. എനിക്കറിയില്ല മകനെ, അറിയില്ല. ഒക്കെ പോയി മൂരൊക്കെ പോയി. മൂരയ്ക്ക് കമ്പി കൊടുത്തും കൂടി വീട് പോയാണ്. പേടി തന്നെയാണ് കുഞ്ഞ, പേടി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.